ഹായ്, എല്ലാവർക്കും GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നക്ഷത്ര ജ്യോത്സ്യത്തെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് 4 നക്ഷത്രങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് 3 നക്ഷത്രങ്ങളെ പറ്റിയായിരുന്നു. ഇത്തവണ ഞാൻ സംസാരിക്കുന്നത് 4 നക്ഷത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്: അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം. ഈ 4 നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രമായ അനിഴത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അനിഴത്തിൽ ജനിക്കുന്ന ആളുകൾ വളരെയധികം കർക്കശ സ്വഭാവമുള്ളവരും സ്വാർത്ഥത കൂടിയ ആളുകളുമാണ്. അതായത് അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതേ അവർ നടപ്പിലാക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, അനിഴത്തിലുള്ള സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർ കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരുപാട് യാത്രകൾ അവർ ഇഷ്ടപ്പെടുന്നതാണ്. യാത്രയ്ക്ക് അനുയോജ്യമായ ജോലി അവർ ചിലപ്പോൾ തിരഞ്ഞെടുക്കും. ഡ്രൈവിങ് പോലുള്ളതോ അല്ലെങ്കിൽ എന്താണേലും അങ്ങനെയുള്ള ഒരു ജോലിയായിരിക്കും ഇവർ എടുക്കുക. എപ്പോഴും ദൂരെ യാത്രകൾ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. സ്വന്തം ജനിച്ച സ്ഥലത്തു നിന്ന് മാറി വേറെ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതാണ്, അല്ലെങ്കിൽ അങ്ങനെ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അനിഴത്തിലുള്ള എല്ലാ ആളുകളുടെയും ഒരു വിധി. അങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്, ചില ലഹരി വസ്തുക്കളോട് വളരെയധികം താല്പര്യം ഇവർക്കുണ്ടാവും. ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ചെറിയ വൈനൊക്കെ കഴിച്ചെന്ന് വരാം. അങ്ങനെയുള്ള ഇതുണ്ട്. വൈൻ ഉപയോഗിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ബിയർ പോലെ ചില പാനീയങ്ങൾ കുടിക്കുക. പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായും അവർ മദ്യമൊക്കെ ഉപയോഗിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലഹരി തരുന്ന ഇത്തരം വസ്തുക്കളോട് അനിഴത്തിന് ചെറിയൊരു ഇഷ്ടക്കൂടുതലുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവർ ഭക്ഷണപ്രിയരാണ്. ധാരാളം ഭക്ഷണം ഇവർ കഴിക്കും. യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ല ഭക്ഷണം. ചിലരിൽ അലസതയും മടിയുമുണ്ട്. ചില ആളുകൾ വളരെയധികം അന്തർമുഖരാണ്. അതായത് ചില ആളുകളോട് ഇടപെടാത്ത ആളുകളുണ്ട്, ഇടപെടുന്ന ആളുകളുണ്ട്. പിന്നെ ഇടപെടുന്ന ആളുകളാണ് ധാരാളം സുഹൃത്തുക്കളെ അവർ സമ്പാദിക്കും. ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്ന പോലെ തന്നെ ധാരാളം ശത്രുക്കളെ ഇവർ സമ്പാദിക്കും. കാരണം ഇവരുടെ സുഹൃത്തുബന്ധങ്ങൾക്ക് വലിയ ആയുസ് കാണുകയില്ല. ഇവരുടെ സ്വന്തം കാര്യത്തിന് ഇവർ അല്പം സ്വാർത്ഥത മുതലെടുക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും സുഹൃത്തുബന്ധത്തിൽ വിള്ളലുകൾ വീഴാം. കൈ അയച്ച് ഇവർ സഹായം ചെയ്യും, സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും. പണം മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുന്ന സ്വഭാവമൊക്കെ അനിഴത്തിനുണ്ട്, ഒരു സഹായം ആവശ്യപ്പെട്ടാൽ. പക്ഷേ ഇത് ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരു ഉപാധിയായിട്ട് മറ്റുള്ളവരെടുക്കുകയും ആ ആളുകളായിട്ട് ഇവരെ തെറ്റിപ്പിരിയാനുള്ള ഇതും ഇവർക്കുണ്ടാകും. സ്വന്തം ഭവനത്തിലേക്കോ അല്ലെങ്കിൽ സ്വന്തം സ്വത്തുവകൾ സൂക്ഷിക്കുന്നിടത്തേക്കോ പോലും അന്യർക്ക് ഇവരെ പ്രവേശനം കൊടുക്കാറുണ്ട്. ഇത് ചിലപ്പോഴും ഇവരെ ആപത്തിപ്പെടുത്തുകയാണ് ചെയ്യാറ് അനിഴംകാരെ. കാരണം ഇന്ന് പരിചയപ്പെടുന്ന ആളെയും നാളെ പരിചയപ്പെടുന്ന ആളെയും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയോ ജോലി സ്ഥലങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയോ ചെയ്ത് അവിടുന്ന് വളരെ മോശമായ അനുഭവങ്ങളിൽപ്പെട്ട് അവരുടെ ജോലി വരെ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ അനിഴത്തിനുണ്ട്. അത് അനിഴം ഒന്ന് സൂക്ഷിക്കണം. അനിഴം വളരെയധികം മുൻകോപമുള്ളൊരു നക്ഷത്രമാണ്, കർക്കശമുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ തന്ത്രപരമായി എല്ലാ കാര്യങ്ങളിലും നിൽക്കാനുള്ള കഴിവ് അനിഴത്തിനുണ്ട്. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒരേ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, ശത്രുത പെട്ടെന്ന് കാണിക്കാത്ത ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നേട്ടം നേടിയെടുക്കുവാനുള്ള കഴിവ് അനിഴത്തിനുണ്ട്. ഇത് അനിഴത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അനിഴത്തിന് വളരെയധികം സൗന്ദര്യമുള്ളൊരു നക്ഷത്രമാണ്. വളരെയധികം ആരോഗ്യമുണ്ടെങ്കിലും ചില സമയങ്ങൾക്ക് ഇവർ രോഗങ്ങളെപ്പറ്റി ചില ശങ്കകൾ പൊങ്ങാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവർക്ക് എന്തെങ്കിലും രോഗം വരുമോ എന്നുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെ അലട്ടാറുണ്ട് അനിഴത്തിനെ. പക്ഷേ ഇവർക്ക് കൂടുതലും അങ്ങനെ ഒരു രോഗങ്ങളൊന്നും വരാറില്ല. ചില സമയങ്ങളിൽ വയറ് സംബന്ധിച്ച് എന്തെങ്കിലും രോഗങ്ങൾ വരത്തുള്ളൂ. കൂടുതലും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ആരോഗ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും ഇവർ മുന്നോട്ട് പോവുക. കൂടുതലും യാത്രകളാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു മുഖമുദ്ര, അനിഴത്തിൻ്റെ മുഖമുദ്ര. പിന്നെ ഒരു പൊതുസ്വഭാവം ഇതുപോലെ തന്നെ കൈ അയച്ച് എല്ലാവരും സഹായിക്കുന്ന ഒരു സ്വഭാവം. സുഹൃബന്ധങ്ങളിൽ അധികം ആയുസ്സില്ലാത്ത ഒരു കാര്യമാണ് അനിഴത്തിൻ്റെ രീതി. സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുപാട് സമയം നീക്കി വെക്കാറുണ്ട് ജീവിതത്തിൽ. സ്വന്തം കാര്യത്തിനും സ്വന്തം താല്പര്യത്തിനും സ്വന്തം ലക്ഷ്യങ്ങൾക്കും വേണ്ടി ജീവിതത്തിലെ സമയം അല്പം ഇവർ മാറ്റി വെക്കാറുണ്ട്. ഇതൊക്കെയാണ് അനിഴത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൃക്കേട്ടയുടെ പൊതു സ്വഭാവമാണ്. തൃക്കേട്ട നക്ഷത്രത്തിന് പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കേട്ടയ്ക്ക് അമിതമായ ഒരു കോപം എപ്പോഴും കൂടുതലായിരിക്കും. തൃക്കേട്ടയ്ക്ക് വളരെ ശാന്തരും വളരെ സമാധാനമുള്ള ആളുകളുമാണ് തൃക്കേട്ടയിലുള്ളത്. പക്ഷേ എങ്കിലും പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതൊരു കോപം ഉണ്ടാകുന്നതാണ് തൃക്കേട്ടയുടെ ഒരു പ്രധാനത. ഇവരും ജനിച്ച സ്ഥലം വിട്ട് വേറെ പുറത്ത് പോയി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഇവരുടെ മധ്യായുഫ് മുഴുവന് ഇവർ മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കും ജീവിക്കുക. ലളിതമായ രീതിയിൽ ജീവിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. എങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. വരുന്ന പോലെ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. തൃക്കേട്ട വളരെയധികം ജ്യേഷ്ഠ എന്നാണ് ഈ തൃക്കേട്ട നക്ഷത്രത്തെ അറിയുന്നത്. അതൊരു ചേട്ടൻ്റെ സ്ഥാനത്താണ്. എല്ലാവരും ഒരു ചേട്ടനായിട്ട് കണക്കാക്കാൻ തൃക്കേട്ടയെ സാധിക്കുമെന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രത്തെ അറിയപ്പെടുന്നത്.
അപ്പം തൃക്കേട്ട നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് വളരെയധികം ശക്തി ഉണ്ടാവും, ആരോഗ്യമുണ്ടാവും, ലക്ഷ്യപ്രാപ്തിയിൽ വിജയമുണ്ടാവും. വിജയം കൈവരിച്ച ഒരു ജീവിതത്തിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു പോകാൻ തൃക്കേട്ടയ്ക്ക് സാധിക്കും. വിദ്യാഭ്യാസപരമായ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, കലാപരമായി ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഒരു മുൻകോപം വരുന്നത് കൊണ്ട് തന്നെയും പിന്നെ അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരോട് വളരെയധികം കോപിക്കുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട. കാരണം ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ഒരാളുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെ രണ്ടുപേരും പൊരുത്തമില്ല. തൃക്കേട്ട എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ യാതൊരു പൊരുത്തവുമില്ലാത്തൊരു നക്ഷത്രമാണ് അശ്വതി. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ തൃക്കേട്ടയിൽ പോയി കാണുകയാണെങ്കിലോ, തൃക്കേട്ടയിൽപ്പെട്ട ഒരാൾ അശ്വതി നക്ഷത്രമുള്ള ആളെ കാണുകയാണെങ്കിലോ മിക്കപ്പോഴും വാക്കുതർക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇത്തരമുള്ള ആളുകൾ വിവാഹം ചെയ്യാൻ പറ്റുകയില്ല, മറ്റ് പ്രണയബന്ധങ്ങൾ പോലുള്ളത് നടക്കുകയില്ല, അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന കണ്ട് പോലും നേരിട്ട് കണ്ടൊരു ചിരിക്കാൻ പോലും സാധിക്കത്തില്ല. പെട്ടെന്ന് തന്നെ മുഖം രൂക്ഷമാവും. തമ്മിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ, തമ്മിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിന് തകരാറൊന്നുമില്ല. നക്ഷത്രമെല്ലാം നല്ലതാണ്, 27 നല്ലതാണ്. പക്ഷേ 27 തമ്മിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഒരു കൂട്ടിയിട് നടക്കും. പക്ഷേ മറ്റു നക്ഷത്രങ്ങൾ ചിലപ്പോൾ സൗമ്യമായിട്ട് ഇരിക്കുന്ന എങ്കിൽ ഇപ്പം പൊരുത്തമില്ലാത്തൊരു നക്ഷത്രം ഉണ്ടെന്ന് കരുതുക. ഇപ്പം തിരുവാതിരയും രേവതിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. ആ ഒരു പൊരുത്തമില്ലാത്തവരാണ് തിരുവാതിരപ്പെട്ടവരാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല, വളരെ സൗഹൃദപരമായി അവരങ്ങ് നീങ്ങും. ഇഷ്ടക്കുറവ് മനസ്സിലിരിക്കും, മനസ്സിലായോ? ഇഷ്ടക്കുറവ് മനസ്സിലിരിക്കും, പക്ഷേ സൗമ്യമായ രീതിയിൽ അവരെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് പോകും. വേണേൽ യാത്രകൾ പോകണമെങ്കിൽ ഒന്നിച്ച് പോവുകയൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൃക്കേട്ടയുടെ കാര്യം അങ്ങനെയല്ല. തൃക്കേട്ടയ്ക്ക് പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് മുന്നിലുള്ളതെങ്കിൽ തീർച്ചയായും അവർ തമ്മിൽ വാക്കുതർക്കം നടക്കും. വാക്കുതർക്കം നടക്കുക മാത്രമല്ല, പൊരുത്തമുള്ള ആളുകളോട് മാത്രമേ തൃക്കേട്ട ഇടപെടുന്നുള്ളൂ. അത് തൃക്കേട്ടയ്ക്ക് അറിയില്ല, തൃക്കേട്ടയിൽ ജനിച്ച ആൾക്ക് അറിയില്ല ആരോടൊക്കെയാണ് പൊരുത്തമെന്ന്. പക്ഷേ തൃക്കേട്ടയിൽ ജനിച്ച ആൾക്ക് പൊരുത്തമില്ലാത്ത ആളുകൾ വരുമ്പോൾ ആ നക്ഷത്ര അധിപന് അറിയാം പൊരുത്തമില്ലാത്ത ആളാണ് മുമ്പിൽ. അപ്പോൾ അവരോട് ഒരുപാട് ദേഷ്യവും വിരോധവും തോന്നിയിട്ട് അപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ വാക്കുതർക്കവും വഴക്കും ആ വ്യക്തിയായിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളാണെങ്കിൽ മിണ്ടാ മാറി നിൽക്കും, മുഖത്തേക്ക് നോക്കുക പോലുമില്ല. ഇതാണ് തൃക്കേട്ടയുടെ മറ്റൊരു കാര്യം. ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന ലക്ഷ്യങ്ങളും വിജയങ്ങളും വളരെയധികം പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യത തൃക്കേട്ടയ്ക്ക് കൂടുതലാണ്. കാരണം ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു ഓണർ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിലുള്ള ആണെങ്കിൽ 2 ദിവസം ജോലി ചെയ്ത് 3-ാം ദിവസം ഓണറുമായിട്ട് തലവെച്ച് ആ ജോലി കളഞ്ഞ് പുറത്തിറങ്ങി. സൗമ്യമായി നിൽക്കുന്ന നക്ഷത്രം പൊരുത്തമുള്ളവരോട് മാത്രം. പൊരുത്തമില്ലാത്തവരാണെങ്കിൽ അവിടെ വാക്കുതർക്കം നടക്കുന്നു. അത് തൃക്കേട്ടയ്ക്ക് മുൻപ് നിൽക്കുന്നു. ഈ ഒരു കാര്യം തൃക്കേട്ട വളരെ ശ്രദ്ധിച്ച് എല്ലാവരോടും മാന്യമായും എല്ലാവരോടും ദേഷ്യം വളരെയധികം കുറച്ചും നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങളും വിജയങ്ങളും കരസ്ഥമാക്കാൻ തൃക്കേട്ടയ്ക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മൂലനക്ഷത്രത്തെ പറ്റിയാണ്. മൂലനക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു നക്ഷത്രമാണ്. മൂലനക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ സൗന്ദര്യം, അതുപോലെ ആരോഗ്യം, അതുപോലെ തന്നെ വലിയ ആളുകൾ, ചെറിയ ഒരു വലിയ മനുഷ്യർ, അതായത് കൂടുതൽ ഉയരം കൂടിയ ആളുകളായിരിക്കും. കുറഞ്ഞ ആളുകളുമുണ്ട്, പക്ഷേ കൂടുതൽ ഉയരം കൂടിയ ആളുകളായിരിക്കും മൂലനക്ഷത്രത്തിലുള്ളത്. എല്ലാവരോടും മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ഒരുപാട് പഠിക്കാനായിട്ട് സമയമെടുക്കുകയും ഒരുപാട് വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരുപാട് ജീവിതകാലം മുഴിഞ്ഞു വെക്കുകയും ചെയ്യുന്ന ആളുകളാണ് മൂലനക്ഷത്രത്തിൽപ്പെട്ടവർ. വളരെയധികം ധൈര്യമുള്ള ആളുകളാണ്, വളരെയധികം ലക്ഷ്യബോധമുള്ളവരാണ്, കർക്കശക്കാരാണ്. അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു കാര്യം ഇവർ ചെയ്യുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു നായക സ്ഥാനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മൂലനക്ഷത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മൂലനക്ഷത്രത്തിൽ ധാരാളം പേര് പൊരുത്ത നക്ഷത്രങ്ങളായതുകൊണ്ട് മൂലനക്ഷത്രക്കാർക്ക് ശത്രുത വളരെയധികം കുറവായിരിക്കും. കാരണം മൂലനക്ഷത്രത്തിലുള്ളവരോട് കൂടുതൽ പൊരുത്തത്തിൻ്റെ സംഖ്യ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും തമ്മിൽ മൂലനക്ഷത്രത്തിനോട് പൊരുത്തം കാണും. അതുകൊണ്ട് തന്നെ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ കൂടുതൽ സൗഹൃദ വലയങ്ങളിലായിരിക്കും ഇവിടെ എപ്പോഴും നിൽക്കുന്നത്. സുഹൃത്തുക്കളോടല്ല ഇവർ വളരെ മാന്യമായി പെരുമാറുമെങ്കിലും ദേഷ്യം വരുമ്പോൾ ആരെ എന്തെന്ന് നോക്കാതെ ഇവരെ എന്തും ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ എന്തും പറയാനുള്ളതോ ഒരു ത്വര കാണിക്കാറുണ്ട്. അതാണ് മൂലനക്ഷത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത. കാരണം വളരെയധികം ഇവർ ഉഗ്രമായി കോപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അവർ അമിതമായിട്ട് അനാവശ്യമായി കാട് കയറി ചിന്തിച്ച് ഒരുപാട് സമയം കളയുന്നവരാണ്. കാട് കയറി ഇവർ ചിന്തിക്കുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടാറുണ്ട്. ടെൻഷൻ ഇവരുടെ കൂടുതൽ കൂടപ്പിറപ്പാണ്, കൂടുതലും മൂലനക്ഷത്രത്തിൻ്റെ കൂടപ്പിറപ്പാണ് ടെൻഷൻ. രണ്ടാമത് കരച്ചിലായിക്കോട്ടെ, അങ്ങനെ സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളുകളാണ് മൂലനക്ഷത്രത്തിൽ. പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമയാവുക. അതായത് നമ്മുടെ ഇമോഷൻസ് സങ്കടമാണെങ്കിൽ അപ്പം തന്നെ സങ്കടം, അല്ലാതെ അത് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ഒരു സ്ഥലത്തു നിന്നൊരു അപമാനം ലഭിച്ചു, ആ അപമാനത്തിന് റിയാക്ട് ചെയ്യാതെ അങ്ങനെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് കാണിച്ച് വീട്ടിൽ പോയ ശേഷം ഇരുന്ന് സങ്കടപ്പെടുന്ന ആളുകളാണ് ബാക്കിയുള്ളവർ. നേരം വെളുക്കുമ്പോൾ സങ്കടം അങ്ങ് മായുകയും ചെയ്യും, വീണ്ടും പോയി അയാളെ ഫേസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ മൂലത്തിൽപ്പെട്ട ആളുകൾക്ക് സ്പോട്ടിൽ സങ്കടപ്പെടും. അതുതന്നെ സ്വന്തം ഒരു
ഒരു പ്രശ്നം, ഒരു വീക്ക് പോയിന്റ് മറ്റുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദേഷ്യപ്പെടും. അതായത് എവിടെ നിന്ന് ദേഷ്യപ്പെടുന്നു, ദേഷ്യപ്പെടാൻ പാടില്ലാത്ത ആളാണ് ദേഷ്യപ്പെടുത്തുന്നതെങ്കിൽ ആളോട് തിരിച്ച് ദേഷ്യപ്പെടും. ഇപ്പം ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നു, അവിടെ ഓണർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്യും. മിക്ക ആൾക്കാരും ജോലി പോകാതിരിക്കാൻ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യില്ല. ഉള്ളി വിരോധമുണ്ടെങ്കിലും റിയാക്ട് ചെയ്യില്ല. പക്ഷേ എന്ത് ചെയ്യും? മൂലനഷ്ടത്തിലുള്ള ആൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. കാരണം നായകത്വം വേണമെന്ന് ഇവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലും സ്വന്തമായി സ്ഥാപനമുള്ളവരും ബിസിനസ്സുകാരുമാണ് മൂലനക്ഷത്രക്കാർ. സ്വന്തം ഒരു മേൽഗതി വരുത്താതെ അവരെങ്ങും പോയി തലകുനിക്കുകയോ ജോലി ചെയ്യാനായിട്ട് മറ്റൊരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാനും ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുകിൽ ഇവരുടെ കീഴിൽ ആളുകൾ ജോലി ചെയ്തുകൊണ്ടോ, അതിനുവേണ്ടി ഇവരൊരു സ്ഥാപനം ഇടും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ ഇവർ പഠിക്കും. അധ്യാപകരാവാൻ, ഡോക്ടറാവാൻ, എൻജിനീയർ ആവാൻ, അല്ലെങ്കിൽ അഭിഭാഷകരാവാൻ, അല്ലെങ്കിൽ പോലീസ് പോലുള്ള ഉന്നത നിലകൾ, ചെറിയ നിലയല്ല, ഉന്നത നില, മുകളിലേക്ക് ഉള്ള ആളുകൾ വരാതിരിക്കാൻ, അതായത് സ്വന്തം തലയുടെ മുകളിലേക്ക് ആളുകൾ വന്ന് അതിലേക്ക് ഇടിച്ച് താന്നു പോകുന്ന ഒരു പൊസിഷനും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. അഭിനയിക്കാൻ, ഫിലിം മേഖലകളിൽ കയറി ഇടപെടാൻ, അതിൻ്റെ ഏറ്റവും മുന്തിയ ഭാഗത്ത് ഇടപെടാൻ. അതുപോലെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനാണെങ്കിൽ കേന്ദ്ര കഥാപാത്രമാകണം. അല്ലാതെ ഒരു ചെറിയ വേഷം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിനോ മൂലനക്ഷത്രം നിൽക്കുകയില്ല. ഒന്നുകിൽ അതിലെ മുഖ്യ ആളായിരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് വേണ്ട. ഇതാണ് മൂലനക്ഷത്രത്തിൻ്റെ ഡിമാൻഡ്. ഏത് കാര്യത്തിനും, ജോലി ആയിക്കോട്ടെ, അവിടെ പ്രധാനി അദ്ദേഹമായിരിക്കണം, അല്ല ആ വ്യക്തിയായിരിക്കണം. അങ്ങനെയാണ് മൂലനക്ഷത്രത്തിൻ്റെ രീതി. അതൊരു പ്രധാന, അത് പക്ഷേ അവരത് ജയിക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവർ പിടിവാശിയോട് കൂടി ഇരുന്നാലും എല്ലാവരും ജയിക്കാറില്ല. പക്ഷേ മൂലനക്ഷത്രക്കാർ ഈ ഒരു കാര്യത്തിൽ ജയിക്കാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തെ പറ്റിയാണ്. പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ വളരെയധികം ശാന്തരും സമാധാനപ്രിയരുമായ ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു നക്ഷത്രത്തിൽ സ്വഭാവത്തിന് അല്പം വ്യത്യാസങ്ങളുണ്ട്. പൂരാട നക്ഷത്രത്തിൻ്റെ മൃഗമെന്നറിയപ്പെടുന്നത് കബി എന്ന് പറയുന്ന വാനരനാണ്. അതായത് കബി, വാനര ഫേനയിലുണ്ടായിരുന്ന കബി എന്ന് പറയുന്ന ഒരു വാനരനാണ് ഈ പൂരാട നക്ഷത്രത്തിൻ്റെ മൃഗം. അതുകൊണ്ട് തന്നെ പൂരാട നക്ഷത്രത്തിൻ്റെ മനസ്സിന് ചഞ്ചലപ്പ് കൂടുതലാണ്. അതായത് ചാഞ്ചല്യം, അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ചെയ്താലോ എന്നൊരു ചിന്ത വന്നിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തി അടുത്ത കാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് പോയി അടുത്ത കാര്യം ചെയ്യുകയും, അടുത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ആദ്യം ചെയ്ത കാര്യം ചെയ്താലോ എന്ന് കരുതി തിരിച്ചു വരികയും ചെയ്യുന്നൊരു സ്വഭാവം പൂരാട നക്ഷത്രത്തിൽ കൂടുതലാണ്. കാരണം ഇവരുടെ ഒരു നക്ഷത്രം മൃഗം കബി ആയതുകൊണ്ട് ഒരു 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 വാനരൻ എന്ന് പറയുന്ന ഒരു ജീവി ഈ ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് ചാടും, ആ ചില്ലയിൽ നിന്ന് ഈ ചില്ലയിലേക്ക് ചാടും, തിരിച്ചു ചാടും, മറിച്ച് ചാടും. സ്ഥിരതയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ. സ്ഥിരതയില്ലാത്തൊരു പ്രവർത്തനത്തിൽ കടന്ന് പൂരാടം എപ്പോഴും ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്, ഇവർ ചെയ്യുന്ന ഒരു ജോലിയിൽ ഇവർക്കൊരു തെറ്റ് പറ്റി എന്ന് കരുതുക. ഈ തെറ്റ് പറ്റി ഇതിൽ നിന്ന് യാതൊരു പ്രയോജനമില്ലെന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാലും ഇവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞു, ഇനി അത് ചെയ്താൽ നടക്കില്ല, വിജയമില്ല എന്ന് കണ്ടാലും ഇവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് എന്നത് നിർത്തണമെന്ന് തോന്നുന്നു അതുവരെ അവർ തുടർന്നുകൊണ്ടിരിക്കും. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം. രണ്ടാമത്, അഭിമാനം വളരെയധികം കൂടുതലായ നക്ഷത്രമാണ്. ദുരഭിമാനമുള്ള നക്ഷത്രമാണ്. ആരെങ്കിലും ചെറുതായ രീതിയിൽ കളിയാക്കിയാലോ, ആരെങ്കിലും ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തിയാലോ, വളരെ നിസ്സാരമായി കുറ്റപ്പെടുത്തിയാലോ പെട്ടെന്ന് ഇമോഷണലായിട്ട് വീണു പോകുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം. കാരണം അവർക്ക് അഭിമാനക്ഷതം ലെവലേശം അവർക്ക് സഹിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അങ്ങനെയാണ്. ചെറിയ കളിയാക്കലും ചെറിയ കുറ്റപ്പെടുത്തലും വന്നാലും അപ്പോൾ തന്നെ പൂരാടത്തിന് സങ്കടം തോന്നുകയും ചെയ്യുന്ന ജോലികളെല്ലാം പതറുകയും തെറ്റുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ കൂടുതലും അലസത, മടി തുടങ്ങിയ പല കാര്യങ്ങളും പൂരാട നക്ഷത്രത്തിനുണ്ട്. അലസതയും മടിയും ഒരുപാടുണ്ട് ചില നക്ഷത്രങ്ങളിൽ. ചിലർ വളരെയധികം സാമർഥ്യത്തോടെ മുന്നോട്ട് പോകും. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 42 വയസ്സിന് മേളിൽ കഴിയുമ്പോൾ മാത്രമേ ഇവർക്കൊരു ഉയർച്ച വരുന്നുള്ളൂ, അല്ലെങ്കിൽ ജോലിയിൽ പോലും ഒരു സ്ഥിരത ഇവർക്ക് ലഭിക്കാറുള്ളൂ. 42 വയസ്സിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കും. ഇവരുടെ പിതാവിൽ നിന്ന് ഇവർക്ക് സഹായങ്ങളൊന്നും ലഭിക്കാറില്ല. ഇവർ ലക്ഷ്യബോധങ്ങൾ വെച്ച് പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ ആ ഒരു ആദ്യത്തെ ഒരു വാനരൻ്റെ ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇട്ടെറിഞ്ഞ് പോകാറുണ്ട് പതിവ്. പിന്നെ അടുത്തതായി കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനോടുള്ള കാര്യങ്ങൾ. ചില പൂരാട നക്ഷത്രക്കാർ വളരെയധികം വിദ്യാസമ്പന്നരാണ്. ചില പൂരാട നക്ഷത്രക്കുള്ളവർ ലെവലേശം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല. ഇതിന് പ്രധാനമായും കാരണം വെച്ച് കഴിഞ്ഞാൽ അക്ഷീണം പ്രയത്നിക്കാനുള്ള ഒരു മടി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലും അവർ എന്തെങ്കിലും ഒരു കാരണങ്ങൾ നിർത്തി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില പൂരാട നക്ഷത്രക്കാർ വളരെയധികം വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു പോകുന്നവരും വിദേശത്ത് പോയി ജീവിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ 2-3 തരം സ്വഭാവത്തിലും പാദത്തിലും പെട്ട പൂരാട നക്ഷത്രക്കാരുണ്ട്. ഇനി
പൂരാട നക്ഷത്രത്തിന് ചില സമയങ്ങളിൽ പുരുഷന്മാരിൽ അല്പം ധൈര്യക്കുറവ് കാണാറുണ്ട്. കാരണം എല്ലാ പുരുഷന്മാർക്കും പൂരാട നക്ഷത്രപ്പെട്ടവർക്ക് ധൈര്യമുണ്ടെങ്കിലും പാദ വ്യത്യാസത്തിനനുസരിച്ച് ഒന്നാം പാദം രണ്ടാം പാദം തിരിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നാം പാദത്തിൽ ജനിക്കുന്ന പൂരാടത്തിന് വളരെയധികം ഗുണാനുഭവങ്ങൾ, ബാഹ്യാനുഭവങ്ങൾ, സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ലഭിക്കുമ്പോൾ രണ്ടും മൂന്നിനും ഒക്കെ അത് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ചില പൂരാടത്തിന് പാദവ്യത്യാസം ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ചിലപ്പോൾ ധൈര്യം ഉണ്ടായെന്ന് വരികയില്ല. അല്പം പോലും ധൈര്യം ഇല്ലാത്ത പൂരാട നക്ഷത്രക്കാരുണ്ട്. എന്നാൽ തിരിച്ച് സ്ത്രീകളാണെങ്കിൽ പൂരാട നക്ഷത്രമുള്ള എല്ലാ ആളുകൾക്കും ധൈര്യമുണ്ട്. അതാണ് പ്രത്യേകത. അവർക്ക് ഏത് പാദത്തിലാണെങ്കിലും പൂരാട നക്ഷത്രപ്പെട്ട സ്ത്രീകൾക്കെല്ലാം ധൈര്യം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവവും, ആരെയും നോക്കാതെ മുഖത്ത് നോക്കി പല വർത്തമാനങ്ങളും അല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളായിക്കോട്ടെ അവർ മുഖത്ത് നോക്കി പറയും. ആരെ എന്തെന്ന് നോക്കാതെ സംസാരിക്കുന്ന ഒരു പ്രകൃതം പൂരാട നക്ഷത്രപ്പെട്ട സ്ത്രീകൾക്കെല്ലാം ഉണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് ആ ഒരു കാര്യത്തിൽ അല്പം പേടി പുറകോട്ട് വലിയുന്നൊരു സ്വഭാവമുണ്ട്. മിക്കപ്പോഴും പല സ്ഥലങ്ങളിൽ ഇവർ പ്രതികരിച്ചെന്ന് തന്നെ വരികയില്ല, പെട്ടെന്ന് ഭയന്നു വരും. ചില ആളുകൾ ഭയക്കുന്നില്ല പുരുഷന്മാരുടെ കാര്യത്തിൽ. സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാവരും പെട്ടെന്ന് കർക്കശമായി മറുപടി കൊടുക്കുന്നവരും പെട്ടെന്ന് ചൂടാവുന്നവരുമായിരിക്കും പൂരാട നക്ഷത്രത്തിലുള്ളവർ. പക്ഷെ അവരുടെയും നക്ഷത്രമുഖം മാനരായതുകൊണ്ട് പ്രവർത്തികളിൽ സ്ഥിരത കാണുകയില്ല. രണ്ടാമത് ഇവർക്ക് വരുന്ന കൂട്ടുകെട്ട്, കണ്ണടച്ച് എല്ലാവരെയും ഇവർ വിശ്വസിക്കും. കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കുന്നതുകൊണ്ട് ഇവരുടെ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയുകയും അവരുടെ അടുത്തുനിന്ന് പിന്നെ ഒരു ചതി നേരിടുന്ന അനുഭവം വരുന്ന ഒരു അവസ്ഥയാണ് പൂരാട നക്ഷത്രത്തിൽ എപ്പോഴും. മനസ്സിൽ പല കാര്യങ്ങളും പിടിച്ചു വെക്കാൻ യാതൊരു കപ്പാസിറ്റിയും ഇല്ലാത്ത ആൾക്കാരാണ് പൂരാടം. രഹസ്യമുണ്ടെങ്കിൽ അവരത് വിളിച്ചു പറയും. അവരുടെ മനസ്സിൽ കൂടിപ്പോയ ഒരാഴ്ചയിൽ കൂടി ഒരു കാര്യം ഇരിക്കുകയില്ല, അതിനുള്ളിൽ തന്നെ ഇത് വെളിയിലേക്ക് വരും. അതാണ് പൂരാട നക്ഷത്രത്തിൻ്റെ മറ്റൊരു കാര്യം. ഇവർക്ക് ബുദ്ധിസാമർഥ്യം കൂടുതലാണ്, ക്ഷമയുള്ള നക്ഷത്രമാണ്. മറ്റു നക്ഷത്രങ്ങളിൽ ക്ഷമ കാണുകയില്ല. പക്ഷേ ഈ ഒരു നക്ഷത്രത്തിന് വളരെയധികം ക്ഷമയുള്ള നക്ഷത്രമാണ്. ക്ഷമയോടുകൂടി അവർ നിൽക്കും, ഭൂമിയോട് അവർ ക്ഷമിക്കും. പക്ഷേ ഇവർ എങ്ങനെയും കോപിഷ്ഠരായിക്കഴിഞ്ഞാൽ ആരെ എന്തെന്ന് നോക്കാതെ സകലതും ഇട്ടെറിഞ്ഞ് പോകാമെന്നുള്ള ഒരു സ്വഭാവവും പൂരാട നക്ഷത്രത്തിന് ഉണ്ട്. ഇനി പൂയം എന്ന് പറയുന്ന നക്ഷത്രവുമായിട്ട് യാതൊരുവിധ പൊരുത്തവും പൂരാടത്തിനില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരുദ്ധമായ ഒരു നക്ഷത്രം. പൂരാടത്തിന് പൂയവുമായിട്ട് പൊരുത്തമില്ലാത്തതുകൊണ്ട് പൂയ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവരുമായിട്ട് ഭയങ്കര വാക്കുതർക്കം. അതുപോലെ ആയില്യവുമായിട്ട് അവർക്ക് യാതൊരു പൊരുത്തവുമില്ല, അതുകൊണ്ട് തന്നെ വാക്കുതർക്കം നടക്കും. പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സറിയുന്ന സ്വഭാവം പൂരാടത്തിനുണ്ട്. പെട്ടെന്ന് തന്നെ ഇവരുടെ മനസ്സറിയും. സെൻറ്റിമെൻറ്റ്സ് എവിടെ കണ്ടാലും ഇവരവിടെ വീണുപോകും. ആരുടെ കഷ്ടസ്ഥിതിയിലും ഇവർ സഹായിക്കാനായിട്ട് ഓടിയെത്തും. ഇത്തരം കാര്യങ്ങൾ കാരണം തന്നെ ശത്രുവിനെ സഹായിച്ചിട്ട് വീണ്ടും ഉപദ്രവം വാങ്ങുന്നൊരു സ്വഭാവം പൂരാടത്തിനുമുണ്ട്. കാരണം അവിടെ എന്ത് ഒരു സങ്കടപരമായ അനുഭവം കണ്ടാലും അതിൽ കരളെയ്യുന്ന വ്യക്തികളാണ് പൂരാട നക്ഷത്രക്കാർ. മറ്റുള്ളവരെ പോലല്ല, പെട്ടെന്ന് ഇമോഷന് അവർ അഡിക്റ്റായിപ്പോവും. സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവർ. സങ്കടം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോകുന്നൊരു സ്വഭാവവും പൂരാടത്തിനുണ്ട്. അതായത് സങ്കടകരമായ പാട്ടുകൾ അവർക്ക് ഇഷ്ടമാണ്, ശോകഗാനങ്ങൾ ഇഷ്ടമാണ്, സങ്കടം നിറഞ്ഞ സിനിമകൾ ഇഷ്ടമാണ്, സങ്കടത്തിൽ അവസാനിക്കുന്നതായ കഥകൾ ആണ് അവർക്കിഷ്ടം. അങ്ങനെ സങ്കടത്തെ ആശിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആശുപത്രിവാസം, അങ്ങനെയുള്ള ആളുകൾക്ക് പോയി കൂട്ടിയിരിക്കൽ, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ചിലവ് നടത്തേണ്ട ഒരു അവസ്ഥ വന്നു, അങ്ങനെയുള്ളപ്പം ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ലേ അവരെ മുഴുവൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള മുഴുവൻ ഹെൽപ്പുകളും ചെയ്ത് അവസാനം കരിയാപ്പിലെ പോലെ അവർ പുറത്തിറങ്ങുകയും പിന്നെ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു സ്വഭാവം പൂരാടത്തിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടി സമയം നീക്കി വെച്ച് മുന്നോട്ട് പോയാൽ പൂരാടത്തിന് വളരെയധികം മനസ്സമാനത്തോടു കൂടി ജീവിക്കാം. കാരണം പൂരാടത്തിന് ബുദ്ധിസാമർഥ്യം കൂടുതലാണ്. അലസതയും മടിയും കൊണ്ട് മാത്രമാണ് ഇവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളും ലക്ഷ്യങ്ങളും നടത്താൻ പറ്റാത്തത്. മൂന്നാമത്തെ ഒരു കാര്യം, ഒന്നിലധികം പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും ദിവസത്തിൽ മനുഷ്യന് ജീവിക്കാനായിട്ട് കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിലെങ്ങും പൂർത്തിയാക്കാൻ പറ്റാതെ എല്ലാം പല വഴിയിൽ നിന്നു പോവുകയാണ് പിന്നെ ചെയ്യുക. അത് പൂരാടത്തിന് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം 1 or 2 ലക്ഷ്യങ്ങളിൽ മനസ്സുറപ്പിക്കാത്ത പല ലക്ഷ്യങ്ങളുടെ പിന്നാലെ പായുകയും അവസാനം ഒന്നും കിട്ടാൻ സമയമില്ലാതെ വരികയും ജോലി ചെയ്യുന്നതിന് ക്ഷീണത അനുഭവപ്പെടുകയും വരുമ്പോൾ പൂരാടം ആ ജോലികളെല്ലാം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും രീതിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ അതും നിയന്ത്രിച്ച് ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോവുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണം. മൂന്നാമത്, ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും അതിനിടയിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഉപദേശിക്കുന്ന ആൾ ശത്രുവായിട്ട് പരിഗണിക്കുകയും ചെയ്യും. അതായത് പുരാടത്തിന് സ്വന്തം തീരുമാനം എടുക്കുന്നവരെ ആരുടെ ഉപദേശം അവർ കേൾക്കുകയില്ല. ഉപദേശം അവരിഷ്ടപ്പെടുന്നില്ല, തരിപോലും ഉപദേശം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. പുരാടത്തിൻ്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ
തീർച്ചയായും മറ്റൊരാൾ മേൽഗതി പ്രാപിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പൂരാടം ഉപദേശിക്കാൻ വളരെ മിടുക്കനാണ്. എല്ലാ ഫോൾട്ടുകളും എല്ലാ ഭാഗത്തെ കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കി, ഒരാളുടെ മിസ്റ്റേക്ക് മുഴുവൻ മനസ്സിലാക്കി അവർ തരും. ഇന്ന പോലെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ രക്ഷിക്കുകയും സ്വന്തം കാര്യത്തിൽ ആരെയും കയറി ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരെ ശത്രുവായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പൂരാടം. പൂരാട നക്ഷത്രക്കാരെ കൊണ്ട് പല ആളുകളും ജീവിതത്തിൽ വളരെയധികം രക്ഷപ്പെടും. പക്ഷേ പൂരാട നക്ഷത്രം മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും സ്വീകരിക്കാത്തതുകൊണ്ട് പൂരാട നക്ഷത്രം പല ആളുകളും താഴേക്ക് പോവുകയാണ് പതിവ്. പൂരാട നക്ഷത്രത്തിന് അറിയാം പല ആളുകളുടെയും മിസ്റ്റേക്കുകൾ. ആ മിസ്റ്റേക്കുകൾ അവർ തിരുത്തി കൊടുക്കും. പക്ഷെ പൂരാട നക്ഷത്രം സ്വന്തം മിസ്റ്റേക്ക് തിരുത്താനായിട്ട് മറ്റൊരാൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശത്രുവായി പരിഗണിക്കുന്നതുകൊണ്ട് അവർ താഴേക്ക് പോകും. ഇത് പൂരാട നക്ഷത്രമുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതും കാര്യമാണ്. ഇത് സൂക്ഷിച്ചാലും നക്ഷത്രത്തിൻ്റെ സ്വഭാവം മാറുന്നതുകൊണ്ട് തന്നെ ഇവ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. മാനസികമായി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. 1-2 ദിവസം അംഗീകരിച്ചാലും 3-ാം ദിവസം പഴയയിലേക്ക് തന്നെ തിരിച്ചു പോകും. വളരെയധികം സൂക്ഷിച്ചും കണ്ടും ജാഗ്രതയോടുകൂടി ഓരോ പദ്ധതികളും മുക്കുക. ഒരു നക്ഷത്രവും മോശമല്ല. എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. അതനുസരിച്ചാണ് എല്ലാ നക്ഷത്രവും പോകുന്നത്. ഏതൊരു നക്ഷത്രത്തിനും ഒരു ഗുണവും ദോഷവും, ഒരു നെഗറ്റീവ് സൈഡുമുണ്ട്, പോസിറ്റീവ് സൈഡുമുണ്ട്. എല്ലാ ആളുകളും സാമ്പത്തികമായി വരുന്നില്ല, എല്ലാ ആളുകളും രക്ഷപ്പെടുന്നുമില്ല. അത് അനുസരിച്ച് പാദവ്യത്യാസം, ഗ്രഹനില അനുസരിച്ച് ഓരോരുത്തർക്കും മാറ്റമുണ്ട്. ഇതൊരു പൊതു സ്വഭാവ അറിവാണ്. ഇതിലൂടെ ഞാനിവിടെ പറയുന്നത് ഇതിൻ്റെ ഒരു പൊതു വിശകലനം മാത്രമാണ്. ചില ആളുകൾക്ക് ഇങ്ങനെയൊന്നും ആവണമെന്നില്ല. അവരുടെ ഗ്രഹനില നല്ലതായിരിക്കും, നല്ല യോഗങ്ങൾ ജനിച്ചവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ അറിവ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുക.